ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തായിരുന്നു. ഇവിടെ വേറൊരു മെത്തേഡിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അതിന് DI മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. മറ്റേ നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൻ്റെ അത്ര പാടല്ല ഈ പ്രോബ്ലംസ്. DI മെത്തേഡ് വെച്ച് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. മറ്റേത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. എന്നാൽ എല്ലാ പ്രോബ്ലംസും DI മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. എക്സാമ്പിളായിട്ട് log x വരുന്ന പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത മെത്തേഡിൽ തന്നെ ചെയ്യണം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് തന്നെ ചെയ്യണം. ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ള പ്രോബ്ലംസ് നമുക്ക് DI മെത്തേഡ് വെച്ച് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ x² ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു DX ഈ പ്രോബ്ലമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ പ്രോബ്ലത്തിൽ x² ഫസ്റ്റ് ഫംഗ്ഷൻ, സൈൻ എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പം പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്. ഈ ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതിന് ആദ്യം ഒരു കോളം D എന്നൊരു കോളം വരയ്ക്കണം, I എന്നൊരു കോളം വരയ്ക്കണം. D എന്ന് പറയുന്ന ഡിഫറൻസിയേഷന് റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളമാണ്, I എന്ന് പറയുന്ന ഇൻ്റഗ്രേഷന് റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളമാണ്. ഇനി D എന്നുള്ള കോളത്തിൻ്റെ താഴെ ഫസ്റ്റ് ഫംഗ്ഷൻ x² എഴുതണം. I എന്നുള്ള കോളത്തിന് താഴെ, Iക്ക് താഴെ സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ x² Dയുടെ താഴെ എഴുതണം, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സ് Iയുടെ താഴെ എഴുതണം. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഈ x² നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x എന്ന് കിട്ടും. ഇനി 2x ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 2x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2 എന്ന് കിട്ടും. പിന്നെ 2 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 എന്ന് കിട്ടും. അപ്പോൾ D എന്നുള്ള കോളത്തിൽ എല്ലാം ഡിഫറൻസിയേഷനാണ്. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുക, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. x² x³ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിഫറൻസിയേഷൻ കഴിയുമ്പോൾ അത് 0 ആയി മാറും. അപ്പോൾ ഫസ്റ്റ് കോളം കഴിഞ്ഞു. ഇനി സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത്, Iക്ക് താഴെ എഴുതേണ്ടത് സെക്കൻഡ് ഫംഗ്ഷനാണ് സൈൻ എക്സ്. എന്നിട്ട് ഈ സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് മൈനസ് കോസ് എക്സ് ആണെന്ന് നമുക്കറിയാം. എന്നിട്ട് എന്ത് ചെയ്യണം? വീണ്ടും ഈ മൈനസ് കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ മൈനസ് കോസ് എക്സ്, കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ എക്സ്. അപ്പോൾ മൈനസ് ഇവിടെ ഉണ്ട്, അപ്പോൾ മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. അപ്പോൾ മൈനസ് കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ മൈനസ് സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. മൈനസ് സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ മൈനസ് കോസ് എക്സ് എന്ന് വരും, മൈനസും മൈനസും പ്ലസ് കോസ് എക്സ് എന്ന് വരും. അപ്പോൾ ഈ കോളത്തിൽ, Iയുടെ കോളത്തിലെല്ലാം ഇൻ്റഗ്രേഷനാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ എഴുതുക, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് നിർത്താം. ഇനി ലെഫ്റ്റ് സൈഡിൽ Dയുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു കോളം കൂടെ ആഡ് ചെയ്യണം. ആ കോളത്തിൽ ചിഹ്നങ്ങളാണ് കൊടുക്കുന്നത്, പ്ലസ് മൈനസ് ആണ് കൊടുക്കുന്നത്. ആദ്യം പ്ലസ് കൊടുക്കണം, രണ്ടാമത്തെ മൈനസ് കൊടുക്കണം, മൂന്നാമത് പ്ലസ് കൊടുക്കണം, നാലാമത് മൈനസ് കൊടുക്കണം. ആൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കണം ഈ Dയുടെ ലെഫ്റ്റ് സൈഡിലെ കോളത്തിൽ. അപ്പം പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇനി നമ്മളെ മെത്തേഡ്, ആദ്യം ഈ പ്ലസ് എഴുതണം. പ്ലസ് എഴുതിയിട്ട് ഈ x² ഈ മൈനസ് കോസ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്, കോണോട് കോണ് മൾട്ടിപ്ലൈ ആണ്, ഈ ഡയറക്ഷനിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ x² ഇൻറ്റു മൈനസ് കോസ് എക്സ് എന്ന് വരും. അടുത്ത് ഈ മൈനസ് കൊടുക്കണം, അതായത് ഇവിടെ മൈനസ് കൊടുത്തു, ഈ മൈനസ് ആണ് അവിടെ കൊടുക്കുന്നത്, മൈനസ്. എന്നിട്ട് ഈ 2x ഈ മൈനസ് സൈൻ എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്, ഇങ്ങനെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2x ഇൻറ്റു മൈനസ് സൈൻ എക്സ് എന്ന് വരും. പിന്നെ പ്ലസ് കൊടുക്കണം, പ്ലസ്, അതായത് ഈ പ്ലസ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ 2ഉം ഈ കോസ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 കോസ് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം പ്ലസ് കൊടുക്കുക, ഈ പ്ലസ് കൊടുക്കുക, എന്നിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x² മൈനസ് കോസ് എക്സ് എന്ന് കിട്ടും. പിന്നെ ഈ മൈനസ് കൊടുക്കുക, അപ്പോൾ ഈ മൈനസ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഈ 2x മൈനസ് സൈൻ എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, 2x മൈനസ് സൈൻ എക്സ്. എന്നിട്ട് പ്ലസ് കൊടുക്കുക, പ്ലസ് ഇവിടെ കൊടുത്തു. എന്നിട്ട് ഈ 2ഉം കോസ് എക്സും മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 2 കോസ് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതാണ് എൻ്റെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്താൽ മതി. ഇത് DI മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്. അടുത്ത പ്രോബ്ലം, ഇൻ്റഗ്രൽ x² cos 3x dx. ഇൻ്റഗ്രൽ x² cos 3x dx. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ x², അതാ ഇവിടെ എഴുതണം. സെക്കൻഡ് ഫംഗ്ഷൻ cos 3x, അത് Iയുടെ താഴെ എഴുതണം. അപ്പോൾ ഇനി ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം ഇതിനെ. ഈ പ്ലസ് മൈനസ് ഒക്കെ ഉണ്ട്. x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x, 2x ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2, 2 ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0. cos 3x ഇൻ്റഗ്രേറ്റ് ചെയ്യണം. cos 3x ഇൻ്റഗ്രൽ sin 3x ബൈ 3 എന്നാണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/3 sin 3x.
ഇനി നമുക്ക് 1/3 സൈൻ 3x-നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സൈൻ 3x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് 3x/3. അപ്പോൾ ഇവിടെ 1/3 ഉണ്ട് ഇൻറ്റു മൈനസ് കോസ് 3x/3. അപ്പോൾ മൈനസ് 1/9 കോസ് 3x എന്ന് വരും. വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് മൈനസ് 1/9 ഇൻറ്റു കോസ് 3x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ 3x/3. അപ്പോൾ ഇത് മൈനസ് 1/27 എന്ന് വരും. അപ്പോൾ ആദ്യം കോസ് 3x എഴുതി, എന്നിട്ട് കോസ് 3x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. കോസ് 3x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ 3x/3 കിട്ടുമെന്ന് നമുക്കറിയാം. ഇനി സൈൻ 3x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് 3x/3. പിന്നെ ഈ 1/3 കൂടെ ഉണ്ട്. അപ്പോൾ 1/3 മൈനസ് കോസ് 3x/3. ഇത് മൈനസ് 1/3 മൈനസ് 1/9. പിന്നെ കോസ് 3x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ 3x/3. ഇനി നമുക്ക് ഇത് എഴുതണം. അതിന് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ. അപ്പോൾ ഈ പ്ലസ് എഴുതണം. പ്ലസ് x² ഇൻറ്റു 1/3 സൈൻ 3x അല്ലെങ്കിൽ സൈൻ 3x/3 ഇൻറ്റു സൈൻ 3x/3. അടുത്ത മൈനസ് ആണ്. മൈനസ് ഈ 2x-ഉം ഇതും കൂടെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2x ഇൻറ്റു ഇത് മൈനസ് 1/9 ആണ് കോസ് 3x. കോസ് 3x/9. അടുത്തത് പ്ലസ് ഇടണം. പ്ലസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. 2 ഇൻറ്റു ഇത് മൈനസ് 1/9 1/3 മൈനസ് 1/27 സൈൻ 3x പ്ലസ് എ കോൺസ്റ്റൻറ്റ്. വളരെ എളുപ്പത്തിൽ ഡയറക്റ്റ് മെത്തേഡിൽ ചെയ്താൽ കുറേ സമയം എടുക്കും ചെയ്യാനായിട്ട്, തെറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഇത് ചെയ്താൽ വളരെ എളുപ്പമാണ്. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ x² e⁻ -3x dx. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ x², സെക്കൻഡ് ഫംഗ്ഷൻ e⁻−3x. ഫസ്റ്റ് ഫംഗ്ഷനെ നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇത് 2x to 0. e⁻−3x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e⁻−3x/-3 എന്നാണ് എഴുതേണ്ടത്. ഇനി വീണ്ടും ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -1/3 ഇൻറ്റു വീണ്ടും e⁻−3x/-3. ഇതിനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ മൈനസ് പ്ലസ് 1/9 ഇൻറ്റു e⁻−3x/-3. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു, ഡിഫറൻഷിയേഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതുക. പ്ലസ് x² ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. x² ഇൻറ്റു e⁻−3x/-3. അടുത്ത മൈനസ് ആണ്. മൈനസ് ഇവിടെ 2x ഇൻറ്റു ഇത് മൈനസ് പ്ലസ് 1/9 e⁻−3x. അപ്പോൾ e⁻−3x/9 ഇത് പ്ലസ് ആണ്. പ്ലസ് ഈ 2ഉം ഇതും തമ്മിൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 ഇൻറ്റു ഇത് 1/9ഉം ഇത് -1/3. അപ്പോൾ -1/27 e⁻−3x. പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇതൊക്കെ നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പം സൈൻ 2x സൈൻ 3x സൈൻ 2x എന്നോ x cos 3x എന്നോ ഒക്കെ വരാം. ഈ മോഡലിൽ നിങ്ങൾ ചെയ്താൽ മാത്രം മതി. അടുത്ത പ്രോബ്ലം ആണ് ഇൻ്റഗ്രൽ x ഇൻറ്റു sec² x dx. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ x ആണ്. അപ്പോൾ ഇവിടെ x എഴുതണം. സെക്കൻഡ് ഫംഗ്ഷൻ sec² x. ഓക്കെ, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 കിട്ടും, 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 കിട്ടും. അപ്പോൾ 0 വെച്ച് നിർത്തണം. sec² x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് tan x എന്ന് കിട്ടും. ഇൻ്റഗ്രൽ sec² x is tan x. tan x-നെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം, log sec x. ഇത്രയേ ഉള്ളൂ. ഇനി ആൻസർ എഴുതണം. പ്ലസ് x ഇൻറ്റു tan x പ്ലസ് x tan x
അടുത്ത മൈനസ് ആണ്. മൈനസ് 1 ഇൻറ്റു ലോഗ് എക്സ്, ലോഗ് സീക്ക് എക്സ്, ഇത്രയേ ഉള്ളൂ. പ്ലസ് എക്സ് ടാൻ എക്സ് മൈനസ് 1 ലോഗ് സീക്ക് എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയും. അടുത്ത പ്രോബ്ലം ഇൻ്റഗ്രൽ എക്സ് സൈൻ ടു എക്സ് ഡി എക്സ്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ ടു എക്സ്. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1 എന്ന് കിട്ടും, 1നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 എന്ന് കിട്ടും. ഇനി സൈൻ ടു എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സൈൻ ടു എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് ടു എക്സ് ബൈ 2. ഇനി മൈനസ് കോസ് ടു എക്സ് ബൈ 2നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. മൈനസ് 1/2 ഇൻറ്റു കോസ് ടു എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ടു എക്സ് ബൈ 2. ഇനി ആൻസർ എഴുതണം. ഇസ് ഈക്വൽ ടു പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് കോസ് ടു എക്സ് ബൈ 2. എക്സ് ഇൻറ്റു മൈനസ് കോസ് ടു എക്സ് ബൈ 2. അടുത്ത മൈനസ് 1 ഇൻറ്റു, ഈ 1 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 1 ഇൻറ്റു ഇത് മൈനസ് 1/2, 1/2 മൈനസ് 1/4. അപ്പോൾ സൈൻ ടു എക്സ് ബൈ മൈനസ് 4 പ്ലസ് എ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണത്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും.